നമ്മുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ അടുത്ത മൊഡ്യൂളിലേക്ക് പോവാണ്. ചാപ്റ്ററിൻ്റെ പേര് ഇതാണ്, റേഷ്യോ അനാലിസിസ്. നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ഇമ്പോർട്ടൻറ്റ് ടൂൾസുകളിൽ ഒരു പ്രധാനപ്പെട്ട ടൂളാണ് റേഷ്യോ അനാലിസിസ്. കാരണം റേഷ്യോ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് അനാലിസിസ് നടത്തുമ്പോൾ കിട്ടുന്ന അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് വേറെ ഏതൊരു ടൂൾ ഉപയോഗിച്ചാലും കിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം അത്രത്തോളം ഡീപ്പായിട്ടുള്ള സ്റ്റഡിയാണ് ഈ റേഷ്യോ അനാലിസിസ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന മറ്റ് ടൂളുകളാണ് ഇതുവരെ നമ്മൾ ഉപയോഗിച്ച മാർജിനൽ കോസ്റ്റിങ്ങും, പ്രോസസ് കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ. ഇതെല്ലാം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനകത്തുള്ള ഒരു ടൂളുകളാണ്. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട ടൂളാണ് റേഷ്യോ അനാലിസിസ്. ഇനി എന്തിനാണ് റേഷ്യോ അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ വരി വായിച്ചാൽ തന്നെ അതിൽ നിന്ന് വ്യക്തമാണ്. റേഷ്യോ അനാലിസിസ് ഈസ് എ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ് ദി ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദി എൻ്റർപ്രൈസ്. ഒരു ഓർഗനൈസേഷൻ്റെ ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് ഇത് റേഷ്യോ അനാലിസിസ്. ഇനി എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും റേഷ്യോ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട് ഈ ബിസിനസ്സിൻ്റെ P&L അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിനകത്തുള്ള ഐറ്റംസിന് തമ്മിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് കൊടുക്കും. ഒരു റേഷ്യോ ഉപയോഗിക്കണമെങ്കിൽ അവിടെ ബേസിക്കായിട്ട് വേണ്ട കണ്ടീഷൻ ഇതാണ്: ഏതൊക്കെ ഐറ്റത്തിൻ്റെ റേഷ്യോ ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഐറ്റങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ റിലേഷൻഷിപ്പ് ഉള്ള രണ്ട് ഐറ്റങ്ങൾ തമ്മിൽ മാത്രമേ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. റിലേഷൻഷിപ്പ് ഇല്ലാത്ത രണ്ട് ഐറ്റങ്ങൾ തമ്മിൽ ഒരിക്കലും നമുക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാ പറഞ്ഞത്, ലോജിക്കലി എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഐറ്റംസ് ഓഫ് ബാലൻസ് ഷീറ്റ് ഓർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിനകത്തുള്ള ഐറ്റംസ് തമ്മിൽ ലോജിക്കലി നമ്മളൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യും. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം നമ്മളിൽ അക്കൗണ്ടിങ്ങിൻ്റെ അവസാനത്തെ സ്റ്റെപ്പിൽ പറയുന്ന പോലെ ഇൻ്റർപ്രറ്റിംഗ് ദി റിസൾട്ട്സ്, നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിച്ചേരും ഇൻ ഓർഡർ ടു ഡിറൈവ് മീനിങ്ഫുൾ ഡിസിഷൻ. ഇതാണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടൂൾ ഫോർ അനാലിസിസ്. ഇനി ഒരു റേഷ്യോ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? റേഷ്യോ നമുക്ക് 3 തരത്തിൽ എഴുതാം. ഒന്ന്, റേഷ്യോ നമുക്ക് പെർസെൻറ്റേജിൽ എഴുതാം. 10%, 20%, അങ്ങനെ റേഷ്യോ പെർസെൻറ്റേജിൽ എഴുതാം. 2, റേഷ്യോ നമുക്ക് പ്രപ്പോർഷനിൽ എഴുതാം. 1:1, 2:2, 1:5, ഇങ്ങനെ പല പ്രപ്പോർഷനിലാക്കി നമുക്ക് റേഷ്യോസിനെ എഴുതാൻ പറ്റും. മൂന്നാമത്തത്, റേഷ്യോസിനെ നമുക്ക് ടൈംസിൽ എഴുതാം. സെയിൽസ് ടേൺ ഓവറിലെ നമ്മൾ ഇടുന്ന ടൈംസില്ല, 5 times, 10 times. അതായത് സെയിൽസ് 5 പ്രാവശ്യം ക്യാഷായിട്ട് മാറി, 10 പ്രാവശ്യം ക്യാഷായിട്ട് മാറി, അതാണ് ഈ ടൈംസ്. അപ്പോൾ റേഷ്യോസിനെ നമുക്കിങ്ങനെ ടൈംസിലും പെർസെൻറ്റേജിലും പ്രപ്പോർഷനിലും എല്ലാം എഴുതാം. ഇതാണ് റേഷ്യോയെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി റേഷ്യോ അനാലിസിസ് നടത്തുമ്പോഴത്തേക്ക് ബേസിക്കായിട്ട് വേണ്ട ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ഈ റേഷ്യോയ്ക്കകത്ത് ഉപയോഗിക്കുന്ന ഈ 2 സാധനങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണം. റിലേഷൻഷിപ്പ് ഇല്ലാത്ത 2 ഐറ്റങ്ങൾ തമ്മിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും നമുക്കൊരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു മീനിങ്ലെസ് റേഷ്യോ പോകും. ഒരു മീനിങ്ഫുൾ റേഷ്യോ എന്ന് പറയുന്നത് ആ 2 ഐറ്റം തമ്മിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാകണം. ഇനി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം ഇൻ്റർപ്രറ്റിംഗ് ദി റിസൾട്ട്സ് എന്നൊരു പോയിന്റ് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് റിസൾട്ട്സിനെ കുറിച്ച് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്? ഈ റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട്, കാൽക്കുലേറ്റ് ചെയ്ത റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട്സിനെ കുറിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് കമ്പാരിസൺ ചെയ്യണം. കമ്പാരിസൺ ചെയ്യാതെ ഒരിക്കലും നമുക്കൊരു റേഷ്യോയെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി കമ്പാരിസൺ നടത്തുമ്പോൾ നമുക്ക് വേണ്ടത് ഏതെങ്കിലുമായിട്ട് കമ്പയർ ചെയ്യണം. ഏതുമായിട്ട് കമ്പയർ ചെയ്യും? ഈ സാധാരണഗതിയിൽ റേഷ്യോകൾ കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഈ സ്റ്റാൻഡേർഡുമായിട്ടാണ് നമ്മൾ റേഷ്യോനെ കമ്പയർ ചെയ്യുന്നത്. അതിന് നമ്മൾ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്നാണ് വിളിക്കുന്നത്. സ്റ്റാൻഡേർഡ് റേഷ്യോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കറണ്ട് റേഷ്യോ എന്നൊരു റേഷ്യോ. ഈ കറണ്ട് റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ റേഷ്യോ എഫക്റ്റീവ് ആണോ ബെറ്റർ ആണോ എന്ന് അറിയണമെങ്കിൽ ആ റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ ആയിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്താൽ മതി? കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെയാണ് കമ്പാരിസൺ നടത്തുന്നത്. ഇനി സ്റ്റാൻഡേർഡ് റേഷ്യോ ഉള്ളതാണെങ്കിൽ സ്റ്റാൻഡേർഡ് റേഷ്യോ ആയിട്ട് കമ്പയർ ചെയ്യാം. ഇനി സ്റ്റാൻഡേർഡ് റേഷ്യോ ഇല്ലാത്ത റേഷ്യോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാൻഡേർഡ് റേഷ്യോ ഇല്ലാത്ത കേസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് കമ്പാരിസൺ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോറിക്കൽ കമ്പാരിസൺ. ഹിസ്റ്റോറിക്കൽ കമ്പാരിസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റേഷ്യോ മുൻ വർഷങ്ങളിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതേ റേഷ്യോയുമായിട്ട് ഈ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ കമ്പയർ ചെയ്യും. ഇപ്പോൾ കറണ്ട് റേഷ്യോയുടെ കേസ് നമ്മൾ പറഞ്ഞു, കറണ്ട് റേഷ്യോയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോ ഉണ്ട്. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് റേഷ്യോ ആയിട്ട് കറണ്ട് റേഷ്യോ നമുക്ക് കമ്പയർ ചെയ്തിട്ട് റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ സ്റ്റാൻഡേർഡ് റേഷ്യോ ഇല്ലാത്ത റേഷ്യോ ആണെങ്കിൽ നിങ്ങൾ അവിടെ ഏത് കമ്പാരിസണിലേക്ക് പോകേണ്ടി വരും? ഹിസ്റ്റോറിക്കൽ കമ്പാരിസണിലേക്ക് പോകേണ്ടി വരും. ഇനി സിംഗിൾ അബ്സല്യൂട്ട് റേഷ്യോയുടെ കേസുകളിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റേഷ്യോ ആയിട്ട് എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്യുന്നത്. അതായത് സ്റ്റാൻഡേർഡ് റേഷ്യോ ഉള്ള സിംഗിളായിട്ടുള്ള ഒറ്റ റേഷ്യോ വല്ലതും ഉണ്ടെങ്കിൽ ആ റേഷ്യോ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് റേഷ്യോ ആയിട്ട് കമ്പയർ ചെയ്ത് റേഷ്യോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ റേഷ്യോ നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ ആ റേഷ്യോ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? കമ്പാരിസൺ ചെയ്തിരിക്കണം. കമ്പയർ ചെയ്യാത്ത ഒരു റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് റേഷ്യോസ് ഈ കൊല്ലം നമുക്ക് പഠിക്കാനുണ്ട്.
അതിൽ ഡിഫറൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് റേഷ്യോനെ കുറിച്ചാണ് ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ഇനി അടുത്തത് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോനെ കുറിച്ച് നോക്കാൻ പോവാം. ഈ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോയിൽ ഒന്നാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോയുടെ പേരാണ് ലിക്വിഡിറ്റി റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ലിക്വിഡിറ്റി റേഷ്യോ എന്നറിയുന്നതിന് മുൻപ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ലിക്വിഡിറ്റി, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ ടേം ലിക്വിഡിറ്റി. എന്താണ് ലിക്വിഡിറ്റി എന്നറിഞ്ഞിരിക്കണം. ലിക്വിഡിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ഈസിലി കൺവേർട്ടബിൾ ഇൻറ്റു ക്യാഷ്. ഈസിലി കൺവേർട്ടബിൾ ഇൻറ്റു ക്യാഷ്. ക്യാഷ് ആക്കി പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിനെ വിളിക്കുന്ന പേരാണ് ലിക്വിഡിറ്റി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ ഒരു 1 lakh rupees വാല്യൂ ഉള്ള ഒരു അസറ്റ് ഉണ്ട്. 1 lakh rupees വാല്യൂ ഉള്ള ഒരു അസറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഈ 1 lakh rupees വാല്യൂ ഉള്ള അസറ്റിന് ലിക്വിഡിറ്റി ഉണ്ട് എന്ന് ഞാൻ പറയണമെങ്കിൽ അതിൻ്റെ സിമ്പിൾ മീനിങ് ഇത്രേ ഉള്ളൂ: ഈസിലി കൺവേർട്ടബിൾ ഇൻറ്റു ക്യാഷ്. ഈ അസറ്റിനെ എനിക്ക് പെട്ടെന്ന് എന്താക്കി മാറ്റാൻ പറ്റണം? ക്യാഷാക്കി മാറ്റാൻ പറ്റണം. ഇനി ക്യാഷാക്കി മാറ്റാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 1 ലക്ഷം രൂപ വിലയുള്ള ഒരു അസറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഈ അസറ്റ് എപ്പോൾ ഞാൻ കൊടുത്താലും എനിക്കൊരു 90,000 rupees കിട്ടും. 1 ലക്ഷം രൂപ വരെയുള്ള അസറ്റ് ഞാൻ എപ്പോൾ കൊടുത്താലും എനിക്ക് 90,000 rupees കിട്ടും. ഇപ്പോഴും ഈസിലി കൺവേർട്ടബിൾ ഇൻറ്റു ക്യാഷ് ആണ്, കാരണം എപ്പോൾ കൊടുത്താലും എനിക്ക് 90,000 rupees കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈസിലി കൺവേർട്ടബിൾ ഇൻറ്റു ക്യാഷ് എന്ന് പറയാം. പക്ഷേ ഇത് ലിക്വിഡിറ്റി ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലിക്വിഡിറ്റി ഇല്ല. കാരണം ഈസിലി കൺവേർട്ടബിൾ ഇൻറ്റു ക്യാഷ് എന്ന വാക്കിനോടൊപ്പം ഒരു കാര്യം കൂടെ നിങ്ങൾ ചേർത്ത് പറയേണ്ടി വരും: വിത്തൗട്ട് എനി ലോസ്. ലോസ് വരാൻ പാടില്ല. പെട്ടെന്ന് പൈസയ്ക്ക് മാറ്റാനും പറ്റണം, അതേസമയം ലോസ് വരാൻ പാടില്ല. എങ്കിൽ മാത്രമേ ആ അസറ്റിന് എന്തുണ്ടെന്ന് പറയാൻ പറ്റൂ, ലിക്വിഡിറ്റി ഉണ്ട് എന്നറിയാൻ പറ്റൂ. എങ്കിൽ ഒരു ബിസിനസ്സിന് ലിക്വിഡിറ്റി ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോകളെ വിളിക്കുന്ന പേരാണ് ലിക്വിഡിറ്റി റേഷ്യോ. ഇനി ഒരു ബിസിനസ്സിൻ്റെ ലിക്വിഡിറ്റി റേഷ്യോസ് ഏതൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പ്, ഒരു ബിസിനസ്സിൻ്റെ ലിക്വിഡിറ്റി ഉണ്ടോ ഇല്ലയോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. കറക്റ്റായിട്ട് അനാലിസിസ് നടത്തുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റും ഈ ബിസിനസ്സിന് ലിക്വിഡിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ബാലൻസ് ഷീറ്റ്. ഈ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ്, ഇത് അസറ്റ് സൈഡ്. ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും. ഈ ലയബിലിറ്റി സൈഡിൽ മെയിനായിട്ട് വരുന്ന ലയബിലിറ്റികൾ: 1 ഷോർട്ട് ടേം ലയബിലിറ്റി, 2 ലോങ് ടേം ലയബിലിറ്റി. അസറ്റ് സൈഡിൽ അതേപോലെ വരാൻ സാധ്യതയുള്ളത്: 1 ഷോർട്ട് ടേം അസറ്റ്, 2 ലോങ് ടേം അസറ്റ്. ഈ 4 ഐറ്റമേ ഉള്ളൂ യഥാർത്ഥത്തിൽ നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്ത്. നമ്മുടെ ബാലൻസ് ഷീറ്റിനകത്തുള്ള ഏതൊരു ലയബിലിറ്റി എടുത്താലും ഒന്നുകിൽ അത് ഷോർട്ട് ടേം ലയബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റി. അതുപോലെ ഏത് അസറ്റ് എടുത്താലും അത് ഷോർട്ട് ടേം അസറ്റ് അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ്. ഈ ബാലൻസ് ഷീറ്റ് വെച്ചുകൊണ്ട് പ്രൈമ ഫേസി നോക്കിക്കൊണ്ടൊരു വ്യക്തിക്ക് പറയാം ഈ ബിസിനസ്സിന് ലിക്വിഡിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന്. ഇത് ഇത്രയും സിമ്പിളാണ് കാര്യം. ഇത് ഇത്രയും ചെയ്താൽ മതി. ദിവന്മാർ രണ്ടുപേരെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഷോർട്ട് ടേം ലയബിലിറ്റിയും ഷോർട്ട് ടേം അസറ്റും, ഈ 2 ഐറ്റം തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി ഈ ബിസിനസ്സിന് ലിക്വിഡിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഷോർട്ട് ടേം ലയബിലിറ്റിയും ഷോർട്ട് ടേം അസറ്റും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഷോർട്ട് ടേം അസറ്റിൻ്റെ എമൗണ്ട് കൂടുതലും ഷോർട്ട് ടേം ലയബിലിറ്റിയുടെ എമൗണ്ട് കുറവാണെങ്കിൽ ഈ ബിസിനസ് ഹൈ ലിക്വിഡ്. ഇനി തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ ഷോർട്ട് ടേം ലയബിലിറ്റി കൂടുതലും ഷോർട്ട് ടേം അസറ്റ് ആണ് കുറവെങ്കിൽ ഈ ബിസിനസ് റിസ്കിലാണ്, അവിടെ ലിക്വിഡിറ്റി ഇല്ല. ഉണ്ടോ? അപ്പോൾ ഷോർട്ട് ടേം അസറ്റ് ഷോർട്ട് ടേം ലയബിലിറ്റി തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഷോർട്ട് ടേം അസറ്റ് കൂടുതലും ഷോർട്ട് ടേം ലയബിലിറ്റി കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൻ്റെ കയ്യിലുള്ള പൈസ കൂടുതലും അവർക്ക് കൊടുക്കാനുള്ള ബാധ്യതകൾ കുറവും. അത് ഹൈ ലിക്വിഡ് പൊസിഷനാണ്. തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ കൊടുക്കാനുള്ള ബാധ്യതകൾ കൂടുതലും അതേസമയം കയ്യിലുള്ള പൈസ കുറവാണെങ്കിൽ ആ ബിസിനസ് അറ്റ് റിസ്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഉണ്ടോ? അപ്പോൾ ഇതാണ് ലിക്വിഡിറ്റി പൊസിഷൻ അളക്കുന്നത്. ബാലൻസ് ഷീറ്റ് നോക്കി ഒറ്റ നോട്ടത്തിൽ നമുക്ക് ലിക്വിഡിറ്റി പൊസിഷൻ അളക്കാൻ പറ്റും. ഇനി ഈ ലിക്വിഡിറ്റി റേഷ്യോയ്ക്കകത്തുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഷ്യോസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ലിക്വിഡിറ്റി റേഷ്യോയ്ക്കകത്തുള്ള ഒന്നാമത്തെ റേഷ്യോ നോക്കാം, കറണ്ട് റേഷ്യോ. കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 2 ഐറ്റംസ് വേണം. ഈ 2 ഐറ്റം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാകണം. ഈ റിലേഷനുള്ള 2 ഐറ്റം തമ്മിൽ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ്. കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോ വിളിക്കുന്ന പേരാണ് കറണ്ട് റേഷ്യോ. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി.
കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി, ഇതാണ് കറണ്ട് റേഷ്യോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ബിസിനസ്സിൻ്റെ കറണ്ട് അസറ്റ് 200 രൂപ, കറണ്ട് ലയബിലിറ്റി 100 രൂപ. എൻ്റെ ബിസിനസ്സിൻ്റെ കറണ്ട് അസറ്റ് 200 രൂപ, കറണ്ട് ലയബിലിറ്റി 100 രൂപ. അപ്പോൾ എൻ്റെ കറണ്ട് റേഷ്യോ 200/100, അതായത് കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു 2/1, അതായത് 2:1. ഈ 2:1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ടാമത്തെ 1 ഡിനോട്ട് ചെയ്യുന്നത് എൻ്റെ കറണ്ട് ലയബിലിറ്റിയും ആദ്യത്തെ 2 ഡിനോട്ട് ചെയ്യുന്നത് എൻ്റെ കറണ്ട് അസറ്റിനെയും. അപ്പോൾ കറണ്ട് അസറ്റിനെയും കറണ്ട് ലയബിലിറ്റിനെയുമാണ് ഈ രണ്ട് വാല്യൂസ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി 2:1ൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കിയേ, ഈ ബിസിനസ്സിൽ 100 രൂപയുടെ കറണ്ട് ലയബിലിറ്റി ഉണ്ട്, 200 രൂപയുടെ കറണ്ട് അസറ്റ് ഉണ്ട്. അതായത് 100 രൂപയുടെ കറണ്ട് ലയബിലിറ്റി പേ ചെയ്യാൻ എൻ്റെ കയ്യിൽ 200 രൂപയുടെ കറണ്ട് അസറ്റ് ഉണ്ട്, ഹൈ ലിക്വിഡ് പൊസിഷൻ. അതുകൊണ്ട് കറണ്ട് റേഷ്യോ, നമ്മുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ എപ്പോഴും നല്ലത് 2:1. അപ്പോൾ 2:1 എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോയുടെ ഒരു സ്റ്റാൻഡേർഡ് റേഷ്യോയാണ് 2:1. അപ്പോൾ 2:1 കറണ്ട് റേഷ്യോ ഉള്ള ഫേമുകൾക്ക് നല്ല ലിക്വിഡിറ്റി പൊസിഷൻ ഉണ്ടെന്നാണ്. അതായത് 100 രൂപയുടെ കറണ്ട് ലയബിലിറ്റി കൊടുക്കാൻ അവരുടെ കയ്യിൽ 200 രൂപയുടെ കറണ്ട് അസറ്റ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് കറണ്ട് റേഷ്യോ. അപ്പോൾ നോക്കി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കറണ്ട് അസറ്റ് 200 രൂപ, കറണ്ട് ലയബിലിറ്റി 400 രൂപ. കറണ്ട് അസറ്റ് 200 രൂപ, കറണ്ട് ലയബിലിറ്റി 400 രൂപ. അപ്പോൾ കറണ്ട് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാനുമ്പോൾ കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി 200/400. 200/400 0.5:1. 0.5:1 നമ്മുടെ കറണ്ട് റേഷ്യോ ഇടും. അപ്പോൾ 0.5:1 കറണ്ട് റേഷ്യോ ഡിനോട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് നോക്കി, 1 രൂപയുടെ കറണ്ട് ലയബിലിറ്റി ഉള്ള ബിസിനസ്സിന് ആകെ 50 പൈസയെ കയ്യിലുള്ളൂ. കണ്ടോ, 50 പൈസ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് 1 രൂപയുടെ കറണ്ട് ലയബിലിറ്റി പേ ചെയ്യാൻ പറ്റില്ല. എങ്കിൽ ഈ ബിസിനസ്സിന് ലിക്വിഡിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ, അവർക്ക് ലിക്വിഡിറ്റി ഇല്ല. കാരണം 1 രൂപയുടെ കറണ്ട് ലയബിലിറ്റി പേ ചെയ്യാനായിട്ട് 50 പൈസ കൊണ്ട് നിൽക്കുന്ന ബിസിനസ്സുകാർക്ക് എങ്ങനെയാണ് ലിക്വിഡിറ്റി ഉണ്ടാകുക? കാരണം ഈ ആൾക്കാർ പൈസയ്ക്ക് തന്നു കഴിഞ്ഞാൽ ഇവർക്ക് കൊടുക്കാൻ പൈസ ഇല്ലല്ലോ, ആകെ 50 പൈസയല്ലേ ഉള്ളൂ കയ്യിൽ, 1 രൂപ കടം കൊടുക്കണ്ടേ? ഉണ്ടോ? അപ്പോൾ ഇതാണ് കറണ്ട് ലയബിലിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കറണ്ട് റേഷ്യോ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് നല്ലൊരു ലിക്വിഡിറ്റി പൊസിഷൻ അല്ല. ആദ്യം പറഞ്ഞത് ഒരു നല്ല രീതിയിലുള്ള ലിക്വിഡിറ്റി പൊസിഷനാണ്. ഇനി സ്റ്റാൻഡേർഡ് റേഷ്യോ 2:1 മതി നമുക്ക് കറണ്ട് റേഷ്യോ. പക്ഷേ നമ്മൾ ബാങ്കിൽ ലോൺ എടുക്കാൻ പോകുമ്പോൾ, ഈ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം ബാങ്കിൽ ലോൺ എടുക്കാൻ പോകുമ്പോൾ ബാങ്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റേഷ്യോ ഉണ്ട്, നിങ്ങളുടെ കറണ്ട് റേഷ്യോ എത്രയെന്ന് ബാങ്ക് ചോദിക്കും. കാരണം ഈ കറണ്ട് റേഷ്യോ അവരെ ലിക്വിഡിറ്റിയെ ഡിനോട്ട് ചെയ്യുന്ന റേഷ്യോയാണ്. ലിക്വിഡിറ്റി കൂടുതലുള്ള സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ബാങ്ക് ലോൺ കിട്ടും. കാരണം അങ്ങനത്തെ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ബാങ്ക് ലോൺ തിരിച്ച് പെട്ടെന്ന് അടയ്ക്കാൻ പറ്റുമെന്ന് ബാങ്കിന് ഉറപ്പായിട്ടറിയാം. അതുകൊണ്ട് ലിക്വിഡിറ്റി റേഷ്യോസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ലിക്വിഡിറ്റി റേഷ്യോ എല്ലാം നോക്കിയിട്ടായിരിക്കും ബാങ്കുകൾ വലിയ വലിയ കോർപ്പറേറ്റുകൾക്ക് ലോണുകൾ സാങ്ഷൻ ചെയ്യുന്നത്. ഇനി ബാങ്ക് ഇൻസിസ്റ്റ് ചെയ്യുന്ന കറണ്ട് റേഷ്യോ ഇത് ഇത്രയേ ഉള്ളൂ, 1.33:1. ഇതാണ് ബാങ്ക് ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അല്ല, സ്റ്റാൻഡേർഡ് റേഷ്യോ 2:1. ബാങ്ക് ഒരിക്കലും നിങ്ങളുടെ അടുത്ത് പറയത്തില്ല നിങ്ങളുടെ കറണ്ട് ലയബിലിറ്റി 1 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 രൂപയുടെ കറണ്ട് അസറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങൾ ലോൺ തരൂ എന്ന് ബാങ്ക് ഒരിക്കലും പറയില്ല. കാരണം ബാങ്ക് ഇവിടെ ഇൻസിസ്റ്റ് ചെയ്യുന്ന റേഷ്യോ ആകെ 1.33:1 ഉള്ളൂ. 1.33:1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1 രൂപയുടെ കറണ്ട് ലയബിലിറ്റി ഉള്ള ഒരു ബിസിനസ്സിന് 1 രൂപ 33 പൈസ കയ്യിലുണ്ടായാൽ മതി. അതായത് 100 രൂപയുടെ കറണ്ട് ലയബിലിറ്റി ഉള്ളവർക്ക് 133 രൂപയുടെ കറണ്ട് അസറ്റ് മതി. അത് മതി ബാങ്ക് ചോദിക്കുന്നത്. ഇനി ബാങ്ക് എന്തുകൊണ്ട് ഇതിങ്ങനെ കുറച്ച് ചോദിക്കുന്നു? 2:1 ചോദിക്കുന്നതിന് പകരം ബാങ്ക് എന്തുകൊണ്ട് 1.33:1 എന്ന് കുറച്ച് ചോദിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 1.33:1 നിങ്ങൾക്ക് കറണ്ട് റേഷ്യോ ഉണ്ടോ എന്ന് ബാങ്ക് ചോദിക്കും. ഈ 1.33:1 കറണ്ട് റേഷ്യോ ഉണ്ടോ എന്ന് ബാങ്ക് ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം പുറകെ വേറെ ഒരു കാര്യമുണ്ട്. അതിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് നമുക്കറിയാവുന്ന വേറൊരു ടേമിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് നമുക്കതിലേക്ക് തിരിച്ചു വരാം. വർക്കിംഗ് ക്യാപിറ്റൽ. കേട്ട് പരിചയമുള്ള നല്ലൊരു ടേമാണ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ നമുക്കറിയാം. എങ്ങനെ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ പറയും കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്നല്ലല്ലോ പറയേണ്ടത്. വാട്ട് ഡു യു മീൻ ബൈ കറണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇക്വേഷൻ അല്ല പറയേണ്ടത്. എന്താണ് കറണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടി ബിസിനസ്സിൽ വേണ്ടി വരുന്ന പൈസയെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ബിസിനസ്സിന് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബിസിനസ്സിൽ ആവശ്യമായി വരുന്ന പൈസയെ വിളിക്കുന്നവരാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി ഒരു സിമ്പിൾ ചോദ്യം, വർക്കിംഗ് ക്യാപിറ്റൽ
ലോങ് ടേം ഫണ്ടാണോ വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ട് ടേം ഫണ്ടാണോ? എല്ലാവരും ഒറ്റയടിക്ക് പറയുന്ന ഒരു ആൻസർ ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് എ ഷോർട്ട് ടേം ഫണ്ടാണ്. കാരണം കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ്, അത് ഡേ ടു ഡേ പ്രവർത്തനങ്ങൾക്ക് വേണ്ട പൈസയാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് എ ഷോർട്ട് ടേം ഫണ്ട് എന്ന് എല്ലാവരും പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സത്യാവസ്ഥ അതല്ല. വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് എ ലോങ് ടേം ഫണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ലോങ് ടേം ഫണ്ടാണ്. അപ്പോൾ സംശയം വരും, അതെങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ലോങ് ടേം ഫണ്ട് ആവുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ട് ടേം സാധനമല്ലേ? ഇനി എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ലോങ് ടേം ഫണ്ട് ആവുന്നത് എന്ന് നോക്കൂ. നിങ്ങളുടെ ബിസിനസ്സിൽ കറണ്ട് അസറ്റ് 100 രൂപ, കറണ്ട് അസറ്റ് 100 രൂപ, കറണ്ട് ലയബിലിറ്റി 80 രൂപ. 80 രൂപയുടെ കറണ്ട് അസറ്റ് നിങ്ങൾക്കുണ്ട്, 80 രൂപയുടെ കറണ്ട് ലയബിലിറ്റി നിങ്ങൾക്കുണ്ട്, 100 രൂപയുടെ കറണ്ട് അസറ്റ് നിങ്ങൾക്കുണ്ട്. ഞാൻ ചുമ്മാ ഒരു ചോദ്യം ചോദിക്കുകയാണ്. 100 രൂപയുടെ കറണ്ട് അസറ്റ് നിങ്ങൾക്കുണ്ടല്ലോ, ഈ 100 രൂപയുടെ കറണ്ട് അസറ്റ് മേടിക്കാൻ വേണ്ട പൈസ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ, ആ കറണ്ട് ലയബിലിറ്റിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു 80 ഉള്ളതുകൊണ്ട് നമ്മൾ പറയും ഒരു ഷോർട്ട് ടേം ലയബിലിറ്റി ആയിട്ട് ഒരു 80 രൂപ നമ്മൾ എവിടെ നിന്നോ കടമെടുത്തിട്ടുണ്ട്. ആ 80 രൂപ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറണ്ട് അസറ്റ് മേടിച്ചത്. പക്ഷേ 80 രൂപ ഉപയോഗിച്ച് 80 രൂപയുടെ കറണ്ട് അസറ്റ് അല്ലേ കിട്ടുള്ളൂ. എങ്കിൽ ഇനി ബാക്കി ഒരു 20 രൂപയുടെ കറണ്ട് അസറ്റ് കൂടെ ഇല്ലേ? കാരണം ടോട്ടൽ 100 രൂപയുടെ കറണ്ട് അസറ്റ് ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ 100 രൂപയുടെ കറണ്ട് അസറ്റിൽ ഒരു 80 രൂപ എവിടെ നിന്ന് എടുത്തു? കറണ്ട് ലയബിലിറ്റിയിൽ നിന്ന് എടുത്താണ് 100 രൂപയുടെ കറണ്ട് അസറ്റ് മേടിച്ചത്. എങ്കിൽ ബാക്കി കറണ്ട് അസറ്റായി 20 രൂപയുടെ കറണ്ട് അസറ്റ് മേടിക്കാൻ പൈസ നമ്മൾ എവിടെ നിന്ന് എടുത്തതാണ്? വേറെ ഒരു സംശയം വേണ്ട, ഇനി എടുക്കാൻ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, ലോങ് ടൈം ലയബിലിറ്റി. കാരണം ബിസിനസ്സിൽ 2 ലയബിലിറ്റികളേ ഉള്ളൂ, കറണ്ട് ലയബിലിറ്റിയും ലോങ് ടൈം ലയബിലിറ്റിയും. എങ്കിൽ ബാക്കി 20 രൂപ ഉറപ്പായിട്ട് നമ്മൾ എവിടെ നിന്ന് എടുത്തതാണ്? ലോങ് ടൈം ലയബിലിറ്റി തന്നെ എടുത്തതാണ്. അപ്പോൾ ലോങ് ടൈം ലയബിലിറ്റി ആയിട്ട് ഒരു 20 രൂപ, കറണ്ട് ലയബിലിറ്റി ആയിട്ട് 80 രൂപ, അങ്ങനെ ടോട്ടൽ 100 രൂപ. ആ ടോട്ടൽ 100 രൂപയൊക്കെയാണ് നമ്മൾ എന്ത് മേടിച്ചത്? കറണ്ട് അസറ്റ്. ഒരു ബിസിനസ്സിൽ കറണ്ട് അസറ്റ് 100 രൂപ ഉണ്ടെങ്കിൽ ഈ കറണ്ട് അസറ്റ് ബിസിനസ്സിൽ സ്വമേധയാ ഉണ്ടായി വന്ന അസറ്റ് അല്ല, നമ്മൾ പുറത്തിരുന്ന് പൈസ കൊടുത്ത് മേടിച്ച അസറ്റാണ്. ഈ പുറത്തിരുന്ന് പൈസ കൊടുത്ത് മേടിക്കുന്നത് ഏത് പൈസ? ചിലപ്പോൾ അത് ഓണേഴ്സിൻ്റെ പൈസ ആയിരിക്കും. ഓണേഴ്സിൻ്റെ പൈസയാണെങ്കിൽ അത് ലോങ് ടൈം ലയബിലിറ്റിയിൽ വരും. ചിലപ്പോൾ കടമെടുത്ത പൈസ ആയിരിക്കും. കടമെടുത്ത പൈസയാണെങ്കിലും അത് ലോങ് ടേം ആയിട്ടാണ് കടമെടുത്തെങ്കിൽ വീണ്ടും അത് ലോങ് ടൈം ലയബിലിറ്റിയിൽ വരും. അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ട് കടമെടുത്ത പൈസ ആയിരിക്കും. ഷോർട്ട് ടേം ആയിട്ട് കടമെടുത്ത പൈസ ആണെങ്കിൽ അത് കറണ്ട് ലയബിലിറ്റിയിൽ വരും. ഒന്നുകിൽ ഓണേഴ്സിൻ്റെ പൈസ ഉപയോഗിച്ച് മേടിക്കും, അല്ലെങ്കിൽ കടമെടുത്ത പൈസയ്ക്ക് നമ്മൾ അസറ്റ് മേടിക്കും. ഇത് രണ്ടും അല്ലാതെ വേറെ രീതിയിൽ നമ്മൾ എങ്ങനെ അസറ്റ് മേടിക്കും? അതുകൊണ്ട് ഈ 100 രൂപയുടെ കറണ്ട് അസറ്റ് മാത്രമാണ് ഒരു ബിസിനസ്സിനുള്ളത്. എങ്കിൽ ആ 100 രൂപയുടെ കറണ്ട് അസറ്റിൽ 80 രൂപ അവർക്ക് കറണ്ട് ലയബിലിറ്റി ഉള്ള ബിസിനസ് ആണെങ്കിൽ ബാക്കി ഉറപ്പായിട്ടും 20 രൂപയുടെ കറണ്ട് ലയബിലിറ്റി അവരെടുത്തിരിക്കുന്നത് ലോങ് ടേമിൽ നിന്നായിരിക്കും, ഒരു സംശയം വേണ്ട. ഇനി തൊട്ട് മുകളിലേക്കൊന്ന് നോക്കിയേ, വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കും? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. എങ്കിൽ ഈ എക്സാമ്പിളിൽ ഈ ബിസിനസ്സിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് എത്ര? 100 മൈനസ് കറണ്ട് ലയബിലിറ്റി എത്ര? 80. ബാലൻസ് എത്ര? 20. അപ്പോൾ ഈ എക്സാമ്പിളിൽ വർക്കിംഗ് ക്യാപിറ്റൽ എത്ര? 20. ആ 20 ഏതിൻ്റെ എമൗണ്ടാണ്? ലോങ് ടേം ലയബിലിറ്റിയുടെ എമൗണ്ട്. അതാണ് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞത്, വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് എ ലോങ് ടേം ഫണ്ട്. ഇനി മനസ്സിലായോ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന്? വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള മീനിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം. ഒരു ബിസിനസ്സിൽ അവരെ കറണ്ട് അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിൽ ലോങ് ടേം ഫണ്ടിൽ നിന്ന് എടുത്ത എമൗണ്ട് എത്രയാണോ അതാണ് അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ. ലോങ് ടേം ഫണ്ടിൽ നിന്നുകൊണ്ട് എടുത്ത് പൈസ കൊണ്ട് കറണ്ട് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ പോർഷനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഉണ്ടോ? അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ ഒരു പോർഷൻ ലോങ് ടേം ഫണ്ടിൽ നിന്നാണ് നിങ്ങൾ മേടിച്ചതെങ്കിൽ ആ പോർഷൻ്റെ പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി നമ്മുടെ ബാങ്കിൻ്റെ കളിയിലേക്ക് ഒന്ന് തിരിച്ചു വരാം. ബാങ്ക് നിങ്ങളെടുത്ത് പറഞ്ഞു 2:1 ആണ് കറണ്ട് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ, അത്രയും നിങ്ങൾക്ക് വേണ്ട, 1.33:1 മതി എന്നാണ് ബാങ്ക് നിങ്ങളുടെ കയ്യിൽ പറഞ്ഞത്. ഇനി ബാങ്ക് അങ്ങനെ പറഞ്ഞതിനെ പറയാനുള്ള ഉദ്ദേശം നോക്കുക. അപ്പം 1.33:1 നിങ്ങളുടെ കറണ്ട് റേഷ്യോ ആക്കുക എന്നതായിരിക്കും ഇനി നിങ്ങളുടെ ഉദ്ദേശം. ഇനി ഞാൻ ഒരു ഉദാഹരണം, വേറൊരു എക്സാമ്പിൾ ഇവിടെ എഴുതാം. കറണ്ട് അസറ്റ് 100, കറണ്ട് ലയബിലിറ്റി 75. ഒരു എക്സാമ്പിൾ, കറണ്ട് അസറ്റ് 100, കറണ്ട് ലയബിലിറ്റി 75. കറണ്ട് അസറ്റ് 100ഉം കറണ്ട് ലയബിലിറ്റി 75. ഇവിടെ ഒന്ന് കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി 100 ഡിവൈഡഡ് ബൈ 75. ഇതൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 1.33 വരും. 1.33. അപ്പോൾ 100 ഡിവൈഡ് ബൈ 75 എന്ന് പറഞ്ഞാൽ 1.33, അതായത് 1.33:1. ഇതല്ലേ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞൊരു വാല്യൂ, 1.33:1. കണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ആവശ്യപ്പെടുന്നു കറണ്ട് റേഷ്യോ 1.33:1 വേണം. അപ്പോൾ 1.33:1 കറണ്ട് റേഷ്യോ ആകണമെങ്കിൽ നിങ്ങളുടെ പ്രപ്പോർഷൻ ഇങ്ങനെ ആയിരിക്കണം. കറണ്ട് അസറ്റിൽ
ഒരു 75% കറണ്ട് ലയബിലിറ്റി എന്നും ബാക്കി 25% ലോങ് ടൈം ലയബിലിറ്റി എന്നും ആയിരിക്കണം. ക്ലിയർ ആയോ? അതായത് ഇപ്പം 100 രൂപയുടെ കറണ്ട് അസറ്റ് നിങ്ങൾക്കുണ്ട്, 75 രൂപയല്ലേ കറണ്ട് ലയബിലിറ്റിയിലുള്ളൂ. അപ്പോൾ കറണ്ട് അസറ്റ് മേടിക്കാനുള്ള ബാക്കി 25 രൂപ നിങ്ങൾ എവിടെ നിന്ന് എടുത്തതായിരിക്കും? അത് ലോങ് ടൈം ലയബിലിറ്റിയിൽ നിന്ന് എടുത്തതായിരിക്കും, 25 രൂപ. എങ്കിലല്ലേ ലോങ് ടൈം ലയബിലിറ്റി 25ഉം കറണ്ട് ലയബിലിറ്റി 25ഉം ചേർത്ത് നിങ്ങളുടെ കറണ്ട് അസറ്റ് എത്രയാകുള്ളൂ? 100 രൂപയാകുള്ളൂ. അപ്പോൾ കറണ്ട് അസറ്റ് 100 രൂപയുണ്ട്, കറണ്ട് ലയബിലിറ്റി 75 ഉള്ളൂ. എങ്കിൽ ഇവിടെ നിങ്ങൾ കറണ്ട് അസറ്റ് മേടിക്കാൻ ബാക്കി 25 രൂപ എടുത്തത് ലോങ് ടൈം ലയബിലിറ്റിയിൽ നിന്നാണ്. ഓക്കെ, അങ്ങനെ ലോങ് ടൈം ലയബിലിറ്റിയിൽ നിന്ന് 25 രൂപയും കറണ്ട് ലയബിലിറ്റിയിൽ നിന്ന് 75 രൂപയും എടുത്ത് 100 രൂപയ്ക്ക് കറണ്ട് അസറ്റ് നിങ്ങൾ മേടിച്ചപ്പോഴല്ലേ നിങ്ങളുടെ കറണ്ട് റേഷ്യോ 1.33:1 വന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ, ഒരു സ്ഥാപനത്തിൻ്റെ കറണ്ട് റേഷ്യോ 1.33:1 വരണമെങ്കിൽ അവരെ കറണ്ട് അസറ്റിൻ്റെ 75% അവർ കറണ്ട് ലയബിലിറ്റി ഉപയോഗിച്ച് മേടിക്കണം, ബാക്കി 25% ലോങ് ടൈം ലയബിലിറ്റി ഉപയോഗിച്ച് മേടിക്കണം. അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ ബിസിനസ്സിൻ്റെ കറണ്ട് അസറ്റിൻ്റെ 75% ലോങ് ടൈം ലയബിലിറ്റി ഉപയോഗിച്ചും 75% കറണ്ട് ലയബിലിറ്റിയിൽ നിന്ന് എടുത്ത് മേടിക്കണം, ബാക്കി 25% ലോങ് ടൈം ലയബിലിറ്റിയിൽ നിന്ന് എടുത്ത് മേടിക്കണം. അങ്ങനെ നിങ്ങളുടെ കറണ്ട് അസറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ടോട്ടൽ എമൗണ്ടിൻ്റെ 25% ലോങ് ടൈം ലയബിലിറ്റിയിൽ നിന്നും 75% കറണ്ട് ലയബിലിറ്റിയിൽ നിന്നും എടുത്തുകൊണ്ട് പർച്ചേസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ കറണ്ട് റേഷ്യോ 1.33 വരൂ. അല്ല നിങ്ങൾ ഫുൾ എമൗണ്ടും കറണ്ട് ലയബിലിറ്റിയിൽ നിന്നാണ് എടുത്ത് പർച്ചേസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ 1.33 ഒന്നും നിങ്ങളുടെ കറണ്ട് റേഷ്യോ വരില്ല. അപ്പോൾ ബാങ്കിന് 1.33 കറണ്ട് റേഷ്യോ വരണമെന്ന് ബാങ്ക് പറയുമ്പോൾ ബാങ്കിനൊരു കാര്യം അറിയാം, നിങ്ങൾക്ക് 1.33 കറണ്ട് റേഷ്യോ വരണമെങ്കിൽ നിങ്ങൾ കറണ്ട് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു 25% പൈസ എവിടെ നിന്ന് എടുത്തേ പറ്റൂ? ലോങ് ടൈം ലയബിലിറ്റിയിൽ നിന്ന് എടുത്തേ പറ്റൂ. അങ്ങനെ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് 1.33 കറണ്ട് റേഷ്യോയിൽ എത്തിക്കാൻ പറ്റൂ. അങ്ങനെ 25% എമൗണ്ട് നിങ്ങൾ ലോങ് ടൈം ലയബിലിറ്റിയിൽ നിന്ന് എടുക്കുമ്പോൾ ആ 25% നിങ്ങൾ എന്തായിട്ട് മാറുന്നു എന്ന് മനസ്സിലായോ? നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് മാറുന്നു. നോക്കി, 100 - 75 കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി, വർക്കിംഗ് ക്യാപിറ്റൽ എത്ര വന്നു? 25 വന്നു. കണ്ടോ? അപ്പോൾ ലോങ് ടൈം ലയബിലിറ്റിയിൽ നിന്ന് നിങ്ങൾ പൈസ ബിസിനസ്സിലേക്ക് എടുത്ത് കറണ്ട് അസറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്തപ്പോൾ ആ 25 നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് മാറി. അപ്പോൾ ബിസിനസ്സിൽ വർക്കിംഗ് ക്യാപിറ്റൽ ജനറേറ്റ് ആയി. അപ്പോൾ നിങ്ങളെ കൊണ്ട് ബാങ്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പോലും അറിയാതെ വർക്കിംഗ് ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യിപ്പിച്ചു. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിന് എന്ത് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ കൃത്യമായിട്ട് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുള്ളൂ. ഉണ്ടോ? അപ്പോൾ അതാണ് ഈ റേഷ്യോയുടെ പിറകിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് ഈ കറണ്ട് റേഷ്യോയ്ക്ക് പിറകിൽ മാത്രം. നമ്മളിതുവരെ പഠിച്ചു വന്നത് കറണ്ട് റേഷ്യോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി, അവിടെ തീരും നമ്മുടെ കറണ്ട് റേഷ്യോ എന്താണെന്നുള്ളത്. അതല്ല, അതിനതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അറിയണം, എന്നാലും നമുക്കൊരു റേഷ്യോനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസും ഇൻ്റർപ്രിട്ടേഷനൊക്കെ നടത്താൻ പറ്റുള്ളൂ. ഇതാണ് കറണ്ട് റേഷ്യോ. ഇനി ലിക്വിഡ് റേഷ്യോയ്ക്കകത്തുള്ള രണ്ടാമത്തെ റേഷ്യോയിലേക്ക് പോകുന്നു. രണ്ടാമത്തെ റേഷ്യോയുടെ പേരാണ് ക്വിക്ക് റേഷ്യോ. ക്വിക്ക് റേഷ്യോ, കറണ്ട് റേഷ്യോ ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ വിലയിരുത്താൻ വേണ്ടിയാണ്. ഇനി ബിസിനസ്സിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ വിലയിരുത്താൻ വേണ്ടി ലിക്വിഡ് റേഷ്യോ ആയ കറണ്ട് റേഷ്യോ കണ്ടുപിടിച്ചതിന് ശേഷം ഇനി വീണ്ടും ക്വിക്ക് റേഷ്യോയിലേക്ക് വരുമ്പോൾ എന്താണ് അങ്ങനെ ഒരു റേഷ്യോ കൂടെ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുത്തത് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയാണ്. ഈ കറണ്ട് അസറ്റുകൾ 1 by 1 ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഐറ്റംസ് നമുക്കറിയാം. ഒന്ന് സ്റ്റോക്ക് ഉണ്ടാകും, ഡെറ്റേഴ്സ് ഉണ്ടാകും, ബിൽസ് റിസീവബിൾ ഉണ്ടാകും, പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ ഉണ്ടാകും, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇതിനകത്തുണ്ടാകും. ഇതിൽ ഒന്ന് 1 by 1 ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ഉണ്ടാകാം, ഇതെല്ലാം കറണ്ട് അസറ്റുകളാണ്. 1 by 1 ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും, ഈ എഴുതിയിരിക്കുന്ന എല്ലാ കറണ്ട് അസറ്റുകൾക്കും ലിക്വിഡിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലിക്വിഡിറ്റി ഉണ്ട്, പക്ഷേ ഒരേപോലത്തെ ലിക്വിഡിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വ്യത്യാസമുണ്ട്. ക്യാഷിൻ്റെ ലിക്വിഡിറ്റി അല്ല സ്റ്റോക്കിനുള്ളത്, സ്റ്റോക്കിൻ്റെ ലിക്വിഡിറ്റി അല്ല പ്രീപെയ്ഡ് എക്സ്പെൻസിനുള്ളത്, ആ ലിക്വിഡിറ്റി അല്ല ഡെറ്റേഴ്സിനുള്ളത്. അപ്പോൾ ഈ ഐറ്റംസ് വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു അസെൻഡിങ് ഓർഡറിൽ ഒരു ടേബിളായിട്ട് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. ഹൈ ലിക്വിഡിറ്റി ഉള്ള ഐറ്റംസ് ഏതാണ്, കുറച്ച് ലിക്വിഡിറ്റി കുറഞ്ഞ ഐറ്റം ഏതാണ്, അങ്ങനെ പ്രിപ്പയർ ചെയ്ത് എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയും ഓർഡർ ഓഫ് പെർമനൻസ് ഒക്കെ പഠിക്കുന്നത്. കാരണം ലിക്വിഡിറ്റി കൂടുതലുള്ള അസറ്റുകൾ ഒന്നാമത് എഴുതും, ലിക്വിഡിറ്റി കുറഞ്ഞ അസറ്റ് രണ്ടാമത് എഴുതും, ആ ഓർഡറിൽ എഴുതാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള അസറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡ്, അതാണ് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള അസറ്റ്. അത് ഓൾറെഡി ക്യാഷായിട്ട് കയ്യിലിരിക്കുക, അതാണ് ക്യാഷ് ഇൻ ഹാൻഡ്. 2 ക്യാഷ് അറ്റ് ബാങ്ക്, ബാങ്കിൽ കിടക്കുന്ന പൈസ, ATM കാർഡ് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കയ്യിൽ പൈസ ഇരിക്കും, അപ്പോൾ അതിന് ലിക്വിഡിറ്റി വളരെ കൂടുതലാണ്, ക്യാഷ് അറ്റ് ബാങ്ക്. മൂന്നാമത്തെ സാധനത്തിൻ്റെ പേരാണ് ബിൽസ് റിസീവബിൾ.
ബിൽസ് റിസീവബിൾ, അത് കഴിഞ്ഞാൽ ഡെറ്റേഴ്സ്, ഡെറ്റേഴ്സ് കഴിഞ്ഞാൽ സ്റ്റോക്ക്, സ്റ്റോക്ക് കഴിഞ്ഞാൽ പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ എഴുതിയ ഐറ്റത്തിനെല്ലാം ലിക്വിഡിറ്റി ഉണ്ട്, എന്നാലും ഈ കൂട്ടത്തിൽ കുറച്ച് ലിക്വിഡിറ്റി കുറഞ്ഞ രണ്ട് സാധനങ്ങളുണ്ട്. അത് രണ്ടിൻ്റെയും പേരാണ് പ്രീപെയ്ഡ് എക്സ്പെൻസും സ്റ്റോക്കും. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറണ്ട് അസറ്റിൽ നിന്ന് ലിക്വിഡിറ്റി കുറച്ച് കുറഞ്ഞ ഈ സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും റിമൂവ് ചെയ്യാൻ പോകും. അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള കറണ്ട് അസറ്റിൻ്റെ പേരാണ് ക്വിക്ക് അസറ്റ്. ക്വിക്ക് അസറ്റ്. ഈ ക്വിക്ക് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോയുടെ പേരാണ് ക്വിക്ക് റേഷ്യോ. അതാണ് നമ്മുടെ രണ്ടാമത്തെ റേഷ്യോ, ക്വിക്ക് അസറ്റും കറണ്ട് ലയബിലിറ്റിയും. അപ്പോൾ ക്വിക്ക് റേഷ്യോ ഇസ് ഈക്വൽ ടു ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ക്വിക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഇനി ക്വിക്ക് അസറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കറണ്ട് അസറ്റിൽ നിന്ന് കുറച്ച് വരുമ്പോൾ കിട്ടുന്നതിൻ്റെ വാല്യൂവിൻ്റെ പേരാണ് ക്വിക്ക് അസറ്റ്. ഈ ക്വിക്ക് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോയുടെ പേരാണ് ക്വിക്ക് റേഷ്യോ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റേഷ്യോ. ഇനി മൂന്നാമത് ഒരു റേഷ്യോയും കൂടെ ഉണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ ലിക്വിഡ് റേഷ്യോ എല്ലാം ആവും. മൂന്നാമത്തെ റേഷ്യോയുടെ പേരാണ് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കിയത് ആദ്യം കറണ്ട് അസറ്റിൽ നിന്ന് ലിക്വിഡിറ്റി കുറഞ്ഞ അസറ്റുകൾ മാറ്റി നിർത്തി അതിനെ ക്വിക്ക് അസറ്റ് എന്ന് പേര് കൊടുത്ത് ആ ക്വിക്ക് അസറ്റ് വെച്ച് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ക്വിക്ക് റേഷ്യോ. ഇനി ഇതേ അസറ്റുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള അസറ്റുകൾ മാത്രം എടുക്കും, തിരിച്ചെടുക്കുക. നേരത്തെ ടോട്ടൽ അസറ്റിൽ നിന്ന് ലിക്വിഡിറ്റി കുറഞ്ഞ അസറ്റ് റിമൂവ് ചെയ്തു. ഇനി അടുത്ത ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ള അസറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കും. ആ അസറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ക്യാഷ്, 2 മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. 1 ക്യാഷ്, 2 മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഈ ക്യാഷ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന രണ്ട് ഐറ്റത്തിനാണ് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത്. ഈ രണ്ട് ഐറ്റത്തിനെ ചേർത്ത് ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ്. അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ്, അബ്സല്യൂട്ട് ലിക്വിഡ് ഉള്ള അസറ്റുകൾ, അതാണ് ക്യാഷും മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും. ഇതും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോയുടെ പേരാണ് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. അപ്പോൾ 3 റേഷ്യോയായി: കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ ആൻഡ് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. കറണ്ട് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. ക്വിക്ക് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ക്വിക്ക് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. അതിൽ ക്വിക്ക് അസറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറയ്ക്കണം. ഇനി അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ക്യാഷ് പ്ലസ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. ഈ 3 റേഷ്യോസാണ് നമ്മുടെ ലിക്വിഡിറ്റി റേഷ്യോസിനകത്തുള്ള പ്രധാനപ്പെട്ട റേഷ്യോസ്. ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം? വർക്കൗട്ട് ചെയ്യാം. ലിക്വിഡിറ്റി റേഷ്യോയിൽ അടുത്തൊരു റേഷ്യോ ആണ് ഡിഫൻസ് ഇൻ്റർവൽ റേഷ്യോ. ഡിഫൻസ് ഇൻ്റർവൽ റേഷ്യോ ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ലിക്വിഡിറ്റി റേഷ്യോയിൽ ഇങ്ങനൊരു റേഷ്യോ കൂടെ ഉണ്ട്, ഡിഫൻസ് ഇൻ്റർവൽ റേഷ്യോ. ഈ റേഷ്യോയുടെ ലോജിക്ക് ഇതാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 റുപ്പീസ് ഉണ്ട്. ഈ 10,000 റുപ്പീസാണ് നിങ്ങൾക്ക് ആകെ ഉള്ള ഒരു വരുമാനം. ഇതല്ലാതെ വേറെ ഒരു സോഴ്സ് ഓഫ് ഇൻകം നിങ്ങളുടെ കയ്യിലില്ല. വേറെ ഒരു സ്ഥലത്തിരുന്നും പൈസ കിട്ടാനില്ല. ഈ 10,000 രൂപയെ നിങ്ങളുടെ കയ്യിലുള്ളൂ. ഈ 10,000 രൂപയ്ക്ക് നമുക്കൊരു പേര് വിളിക്കാം ക്യാഷ് റിസോഴ്സസ് അവൈലബിൾ. നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ് റിസോഴ്സ് ഇതാണ് 10,000. ഒരു ദിവസം നിങ്ങൾക്ക് 1000 രൂപയുടെ ചിലവ് വരും. എങ്ങനെ പോയാലും ഒരു ദിവസം 1000 രൂപയുടെ ചിലവ് വരുന്നത്. എങ്കിൽ എത്ര ദിവസം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 days നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പിടിച്ചു നിൽക്കാം. ഈ ലോജിക്കിൻ്റെ ബേസിലാണ് ഈ ഡിഫൻസ് ഇൻ്റർവൽ റേഷ്യോ ഇരിക്കുന്നത്. ഡിഫൻസ് ഇൻ്റർവൽ റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പുറകിലുള്ള ഉദ്ദേശം ഇതാണ്: ബിസിനസ്സിൻ്റെ കയ്യിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എത്ര ദിവസം ബിസിനസ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റും ഉണ്ടോ. അപ്പോൾ 10,000 റുപ്പീസാണ് ബിസിനസ്സിൻ്റെ കയ്യിലുള്ള റിസോഴ്സ് എങ്കിൽ അതിന് നമ്മൾ ക്യാഷ് റിസോഴ്സ് അവൈലബിൾ. ഇവരെ ഒരു ദിവസത്തെ എക്സ്പെൻസ് 1000 രൂപ. അതിന് നമുക്കൊരു പേരിട്ട് വിളിക്കാം ക്യാഷ് എക്സ്പെൻസ് പെർ ഡേ. ക്യാഷ് എക്സ്പെൻസ് പെർ ഡേ
ആണ് ഇവർ 1000 രൂപ എങ്കിൽ ഇവർക്ക് എത്ര ദിവസം നിൽക്കാൻ പറ്റും? 10 ഡേയ്സ്. ഈ 10 ഡേയ്സ് ആണ് ഡിഫൻസ് ഇൻ്റർവൽ റേഷ്യോ. അപ്പോൾ ഡിഫൻസ് ഇൻ്റർവൽ റേഷ്യോ 10 നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയത്? 10,000 ഡിവൈഡഡ് ബൈ 10 ചെയ്തപ്പോഴല്ലേ? അപ്പോൾ ഇക്വേഷൻ എന്താ? ക്യാഷ് റിസോഴ്സസ് അവൈലബിൾ ഡിവൈഡഡ് ബൈ ക്യാഷ് എക്സ്പെൻസ് പെർ ഡേ. ക്യാഷ് റിസോഴ്സസ് അവൈലബിൾ ഡിവൈഡഡ് ബൈ ക്യാഷ് എക്സ്പെൻസ് പെർ ഡേ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഡിഫൻസ് ഇൻ്റർവൽ റേഷ്യോ. ഇനി നമുക്ക് പ്രോബ്ലം പാർട്ടിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ പ്രിൻ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഞാനിവിടെ ക്ലാസ്സിൽ തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. തന്നിട്ടില്ല എങ്കിൽ ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ മീന മാഡത്തിന് കൊടുത്തേക്കാം. സോഫ്റ്റ് കോപ്പി ആയിട്ട് വാട്സപ്പ് വഴിയോ മെയിൽ വഴിയോ അത് കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കളക്ട് ചെയ്ത് വെക്കുക. നോക്കിയോ. ഫ്രം ദി ബാലൻസ് ഷീറ്റ് ഓഫ് സൺഷൈൻ ലിമിറ്റഡ് കാൽക്കുലേറ്റ് കറണ്ട് റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ ആൻഡ് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. 3 റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം, ആസിഡ് ടെസ്റ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം, അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണം. കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം കറണ്ട് അസറ്റ് വേണം, കറണ്ട് ലയബിലിറ്റി വേണം. ഇനി ഒരു ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നു. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് എമൗണ്ട്, അസറ്റ് സൈഡ് എമൗണ്ട്. ഇതിൽ നിന്ന് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. അത് ഈ പ്രോബ്ലത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. കാരണം ബാലൻസ് ഷീറ്റിൽ ഹെഡിങ് തിരിച്ച് തന്നിട്ടുണ്ട്, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും. എല്ലാ ചോദ്യങ്ങളിലും ഇങ്ങനെ തരണമെന്നില്ല. തരാത്ത കേസുകളിൽ നമ്മൾ തന്നെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. അതൊരു ബുദ്ധിമുട്ടായിരിക്കും. നോക്കിയാൽ ലയബിലിറ്റി സൈഡിൽ ഫസ്റ്റ് ഐറ്റം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷം. നോൺ കറണ്ട് ലയബിലിറ്റി കാറ്റഗറിയിൽ 5% ഡിവഞ്ചേഴ്സ്, ബാങ്ക് ലോൺ. ഇനി കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റി കാറ്റഗറിയിൽ സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. അപ്പോൾ 3 കറണ്ട് അസറ്റുകൾ. കറണ്ട് ലയബിലിറ്റി അസറ്റ് കാറ്റഗറിയിൽ വരികയാണെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺട്രി ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇത്രയും കാര്യങ്ങൾ ചേരുന്നതാണ് കറണ്ട് അസറ്റ്. ഫസ്റ്റ് റേഷ്യോ ആയ കറണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. ഈ കറണ്ട് അസറ്റുകളെല്ലാം 1 by 1 ആയിട്ട് എഴുതി ആഡ് ചെയ്യുക. കറണ്ട് ലയബിലിറ്റി എല്ലാം 1 by 1 ആയിട്ട് എഴുതി ആഡ് ചെയ്യുക. കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ചെയ്യുമ്പോൾ കറണ്ട് റേഷ്യോ കിട്ടും. ഇനി സെക്കൻഡ് റേഷ്യോ ആയ ആസിഡ് ടെസ്റ്റ് റേഷ്യോ. ആസിഡ് ടെസ്റ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇത് രണ്ടും കുറയ്ക്കണം. എങ്കിൽ കിട്ടുന്ന ബാലൻസ് ഈ അസറ്റുകളുടെ പേരാണ് ക്യുക്ക് അസറ്റ്. ഈ ക്യുക്ക് അസറ്റും ഈ കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ. മൂന്നാമത്തത് ആസിഡ് ടെസ്റ്റ് റേഷ്യോ മീൻസ് ക്യുക്ക് റേഷ്യോയുടെ മറ്റൊരു പേരാണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ. അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോയിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ലിക്വിഡ് ആയിട്ടുള്ള അസറ്റുകൾ മാത്രമേ എടുക്കാവൂ. അത് 2 അസറ്റുകളാണ്. ഒന്ന് ക്യാഷ്, 2 മാർക്കറ്റബിൾ സെക്യൂരിറ്റി. ഈ ക്വസ്റ്റ്യനകത്ത് ക്യാഷ് ആയിട്ട് ക്യാഷ് ഇൻ ഹാൻഡും ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്കും ഉണ്ട്, മാർക്കറ്റബിൾ സെക്യൂരിറ്റി ഒന്നുമില്ല. അപ്പോൾ ഈ 2 വാല്യൂസ് മാത്രം എടുത്താൽ മതി, ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും. അപ്പോൾ അബ്സല്യൂട്ട് ലിക്വിഡ് അസറ്റ് കിട്ടി. ഈ 2ൻ്റെ എമൗണ്ട് ടോട്ടൽ ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോവാം. ഓക്കെ, ആദ്യം കറണ്ട് അസറ്റ് എല്ലാം 1 by 1 ആയിട്ട് എഴുതി ആഡ് ചെയ്യുന്നു. ഒന്നാമത്തെ ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡ്. ക്യാഷ് ഇൻ ഹാൻഡിന് നമ്മൾ ക്വസ്റ്റ്യൻ എമൗണ്ട് എത്രയായിരുന്നു? 25,000. രണ്ടാമത്തത് ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് അറ്റ് ബാങ്കിൻ്റെ എമൗണ്ട് 55,000. സൺട്രി ഡെറ്റേഴ്സ്. സൺട്രി ഡെറ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യനിലെ എമൗണ്ട് 85,000. ബിൽസ് റിസീവബിളിലെ ക്വസ്റ്റ്യനിലെ എമൗണ്ട് 1,05,000. സ്റ്റോക്സിൻ്റെ എമൗണ്ട് 1 lakh. പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ എമൗണ്ട് 10,000. ഇത്തരം കറണ്ട് അസറ്റുകളാണ് നമുക്ക് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ എല്ലാത്തിനെയും ടോട്ടൽ എടുക്കുമ്പോൾ 3,80,000. ഇനി അതേപോലെ കറണ്ട് ലയബിലിറ്റികൾ അവിടെ ഒരു 3 ഉണ്ടായിരുന്നു. സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് 75,000, ബിൽസ് പേബിളിൻ്റെ എമൗണ്ട് 50,000, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിൻ്റെ എമൗണ്ട് 5,000. അതിൻ്റെ ടോട്ടൽ 1,30,000. ഇനി നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ട റേഷ്യോ ഏതാ? കറണ്ട് റേഷ്യോ. അതായത് കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി ചെയ്തപ്പോൾ 3,80,000 ഡിവൈഡഡ് ബൈ 1,30,000 ദാറ്റ് ഈസ് 2.92. നമ്മൾ പറഞ്ഞു 2:1 വന്നാൽ മതി ഏകദേശം, അതായത് 2 വന്നാൽ മതി. അപ്പോൾ ഇവിടെ 2.9:2:1 വന്നേക്കുന്നത്. അപ്പോൾ ഹൈ ലിക്വിഡാണ് ഈ ബിസിനസ്സിന്. ഇനി സെക്കൻഡ് റേഷ്യോ ഏതാ? ക്യുക്ക് അസറ്റ്. ക്യുക്ക് റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ ക്യുക്ക് അസറ്റ് വേണം. ക്യുക്ക് അസറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. കറണ്ട് അസറ്റിൻ്റെ എമൗണ്ട് എത്ര?
3,80,000. 3,80,000 നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറയ്ക്കണം. സ്റ്റോക്കിൻ്റെ എമൗണ്ട് 1 lakh, പ്രീപെയ്ഡ് എക്സ്പെൻസിൻ്റെ എമൗണ്ട് 10,000. അപ്പോൾ 3,80,000 മൈനസ് 1 lakh മൈനസ് 10,000. 3,80,000 മൈനസ് 1 lakh മൈനസ് 10,000. അപ്പോൾ 2,70,000. ഇനി ആസറ്റ് ടെസ്റ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ 2,70,000 ഡിവൈഡഡ് ബൈ 1,30,000. അപ്പോൾ എത്ര കിട്ടും? 2.06. ഇനി മൂന്നാമതൊരെണ്ണം കൂടെ ഉണ്ട്, അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ കണ്ടുപിടിക്കാൻ ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്, ഈ രണ്ട് എമൗണ്ട്, ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും, ഈ രണ്ട് എമൗണ്ടിൻ്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റിയുടെ ടോട്ടൽ 1,30,000. അത് എത്ര വരും എന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അബ്സല്യൂട്ട് ലിക്വിഡ് റേഷ്യോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാൽക്കുലേറ്റ് കറണ്ട് അസറ്റ്, ലിക്വിഡ് അസറ്റ് ആൻഡ് ഇൻവെൻട്രി. ഇൻവെൻട്രി മീൻസ് സ്റ്റോക്ക്. കറണ്ട് അസറ്റ് കണ്ടുപിടിക്കണം, ലിക്വിഡ് അസറ്റ് കണ്ടുപിടിക്കണം. ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ക്യുക്ക് അസറ്റ്. ക്യുക്ക് അസറ്റ് മീൻസ് കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറച്ച് വരുമ്പോൾ കിട്ടുന്ന ക്യുക്ക് അസറ്റ്. ആ ക്യുക്ക് അസറ്റിൻ്റെ മറ്റൊരു പേരാണ് ലിക്വിഡ് അസറ്റ്. അപ്പോൾ കറണ്ട് അസറ്റ് കണ്ടുപിടിക്കണം, ലിക്വിഡ് അസറ്റ് കണ്ടുപിടിക്കണം, ഇൻവെൻട്രി കണ്ടുപിടിക്കണം, സ്റ്റോക്കിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. എന്തൊക്കെയുണ്ട് ക്വസ്റ്റ്യനിൽ? കറണ്ട് റേഷ്യോ 2.6:1. കറണ്ട് റേഷ്യോ 2.6:1 എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 2.6/1 അങ്ങനെ എഴുതാം. ലിക്വിഡ് റേഷ്യോ 1.5:1. 1.5:1 എന്ന് പറഞ്ഞാൽ ലിക്വിഡ് റേഷ്യോ 1.5:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5/1 എന്ന് എഴുതാം. കറണ്ട് ലയബിലിറ്റി 40,000. കറണ്ട് ലയബിലിറ്റി 40,000. നോക്കി, കറണ്ട് ലയബിലിറ്റി 40,000 തന്നിട്ടുണ്ട്, കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്, ലിക്വിഡ് അസറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ നമുക്കറിയാം, കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. എങ്കിൽ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ഈക്വൽ ടു കറണ്ട് റേഷ്യോ എത്ര? 2.6/1. അപ്പോൾ 2.6/1 ഈക്വൽ ടു കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. അതിൽ കറണ്ട് ലയബിലിറ്റിയുടെ എമൗണ്ട് തന്നിട്ടുണ്ട് 40,000. ഈ കറണ്ട് ലയബിലിറ്റിയുടെ എമൗണ്ട് 40,000 തന്നു കഴിഞ്ഞാൽ നമുക്കത് വെച്ചുകൊണ്ട് കറണ്ട് അസറ്റിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാം. ഇനി അതേപോലെ ലിക്വിഡ് റേഷ്യോയുടെ ഇക്വേഷൻ നമുക്കറിയാം, ക്യുക്ക് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. ക്യുക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ഈക്വൽ ടു 1.5/1. അപ്പോൾ ക്യുക്ക് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റിയുടെ വാല്യൂ അവിടെയുണ്ട്. അപ്പോൾ അവിടെയും കറണ്ട് ലയബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ക്യുക്ക് അസറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് കറണ്ട് അസറ്റിൻ്റെ വാല്യൂവും കിട്ടും, രണ്ടാമത്തേൽ നിന്ന് ക്യുക്ക് അസറ്റിൻ്റെ വാല്യൂവും കിട്ടും. നമുക്കറിയാം കറണ്ട് അസറ്റിൽ നിന്ന് ക്യുക്ക് അസറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസ് കുറച്ചിട്ടാണ് നമ്മൾ ക്യുക്ക് അസറ്റ് കണ്ടുപിടിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറച്ച് കഴിഞ്ഞാൽ ക്യുക്ക് അസറ്റ് കിട്ടും. അതാണ് ഇവിടെ രണ്ടാമത് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം. ക്യുക്ക് അസറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, അതിന് ശേഷം ഇൻവെൻട്രി കണ്ടുപിടിക്കണം. അപ്പോൾ കറണ്ട് അസറ്റിൽ നിന്ന് ക്യുക്ക് അസറ്റ് കുറച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കിട്ടും. സാധാരണ കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറച്ച് വരുമ്പോൾ കിട്ടുന്നതല്ലേ ക്യുക്ക് അസറ്റ്. എങ്കിൽ അതേ കറണ്ട് അസറ്റിൽ നിന്ന് ക്യുക്ക് അസറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കിട്ടണം. അപ്പോൾ സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി കറണ്ട് അസറ്റിൽ നിന്ന് ഏത് കുറച്ചാൽ മതി? ക്യുക്ക് അസറ്റ് കുറച്ചാൽ മതി. ഇനി നമുക്ക് എൻ്റെ പ്രോബ്ലം ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയോ, ക്വസ്റ്റ്യനകത്ത് കറണ്ട് റേഷ്യോ തന്നിട്ടുണ്ടായിരുന്നു 2.6. ശരിയല്ലേ? എല്ലാവരും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. കറണ്ട് റേഷ്യോ 2.6. അപ്പോൾ 2.6 എന്ന് പറഞ്ഞാൽ 2.6/1. ഇനി കറണ്ട് റേഷ്യോയുടെ ഇക്വേഷൻ എന്താ? കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി. അതായത് കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി ഈക്വൽ ടു 2.6. ഇനി കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റി ഈക്വൽ ടു ആണ് 2.6. ഈ കറണ്ട് ലയബിലിറ്റിയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു, അത് എത്രയായിരുന്നു? 40,000. അപ്പോൾ കറണ്ട് അസറ്റ് ബൈ 40,000 ഈക്വൽ ടു 2.6. ഇനി ഈ 40,000 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കറണ്ട് അസറ്റിൻ്റെ വാല്യൂ ആയില്ലേ? അപ്പോൾ കറണ്ട് അസറ്റ് ഇസ് ഈക്വൽ ടു 40,000 ഇൻറ്റു 2.6, ദാറ്റ് ഈസ് 1,04,000. അപ്പോൾ കറണ്ട് അസറ്റിൻ്റെ വാല്യൂ കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ ചോദ്യം ഏതായിരുന്നു? കാൽക്കുലേറ്റ് കറണ്ട് അസറ്റ്. ഇനി രണ്ടാമത്തെ ചോദ്യം ലിക്വിഡ് അസറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ലിക്വിഡ് അസറ്റ് കണ്ടുപിടിക്കാൻ ലിക്വിഡ് റേഷ്യോ എഴുതണം. ലിക്വിഡ് റേഷ്യോ നമുക്കറിയാം, ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. എഗെയിൻ കറണ്ട് ലയബിലിറ്റിയുടെ എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്. കറണ്ട് ലയബിലിറ്റിയുടെ എമൗണ്ട് എത്ര? 40,000. ആ 40,000 കറണ്ട് ലയബിലിറ്റി എടുത്ത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
ലിക്വിഡ് അസറ്റിൻ്റെ റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1.5. അപ്പോൾ 1.5 ലിക്വിഡ് റേഷ്യോ ഈക്വൽ ടു ലിക്വിഡ് അസറ്റ് ബൈ കറണ്ട് ലൈബിലിറ്റി. കറണ്ട് ലൈബിലിറ്റി 40,000. ഈ 40,000 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 40,000 ഇൻറ്റു 1.5. അപ്പോൾ ലിക്വിഡ് അസറ്റിൻ്റെ വാല്യൂ 60,000. അപ്പോൾ ലിക്വിഡ് അസറ്റിൻ്റെ വാല്യൂ 60,000 കിട്ടി. കറണ്ട് അസറ്റിൻ്റെ വാല്യൂ ലിക്വിഡ് അസറ്റിൻ്റെ വാല്യൂ 60,000 കിട്ടി. കറണ്ട് അസറ്റിൻ്റെ വാല്യൂ 1,04,000 കിട്ടി. നമുക്കറിയാം കറണ്ട് അസറ്റിൽ നിന്ന് ലിക്വിഡ് അസറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും കുറയ്ക്കും. എങ്കിൽ അതേ കറണ്ട് അസറ്റിൽ നിന്ന് ലിക്വിഡ് അസറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസുമാണ്. ഈ ക്വസ്റ്റ്യനിൽ പ്രീപെയ്ഡ് എക്സ്പെൻസിനെ കുറിച്ച് യാതൊരു ഇൻഫർമേഷനും ഇല്ല. അതുകൊണ്ട് കറണ്ട് അസറ്റിൽ നിന്ന് ക്വിക്ക് അസറ്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും നമ്മുടെ സ്റ്റോക്ക്. അതാണ് മൂന്നാമതായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇൻവെൻട്രി. അപ്പോൾ ഇൻവെൻട്രി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കറണ്ട് അസറ്റ് മൈനസ് ലിക്വിഡ് അസറ്റ്. അതായത് കറണ്ട് അസറ്റിൻ്റെ എമൗണ്ട് 1,04,000, ലിക്വിഡ് അസറ്റിൻ്റെ എമൗണ്ട് 60,000. അപ്പോൾ ഫൈനൽ ആൻസർ 44,000. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, മൂന്നാമത്തെ ക്വസ്റ്റ്യനും നാലാമത്തെ ക്വസ്റ്റ്യനും ഈ തേർഡ് ക്വസ്റ്റ്യനും ഫോർത്ത് ക്വസ്റ്റ്യനും ഇതേപോലത്തെ ക്വസ്റ്റ്യനാണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കണം. പിന്നീട് അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അത് ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി 4A എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ഫ്രം ദി ഫോളോയിങ് ഫൈൻഡ് വെദർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ കറണ്ട് റേഷ്യോ. കറണ്ട് റേഷ്യോയിൽ ഇൻക്രീസോ ഡിക്രീസോ ഉണ്ടായോ എന്നാണ് ചോദ്യം. കറണ്ട് റേഷ്യോയിൽ ഇൻക്രീസോ ഡിക്രീസോ ഉണ്ടാകണമെങ്കിൽ ഒന്നുകിൽ കറണ്ട് അസറ്റ് കൂടണം, അല്ലെങ്കിൽ കറണ്ട് അസറ്റ് കുറയണം, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി കൂടണം, അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി കുറയണം. എങ്കിൽ മാത്രമേ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിൽ അല്ലെങ്കിൽ കറണ്ട് റേഷ്യോയിൽ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഓരോരോ ജേണൽ എൻട്രി ആയിട്ട് നമുക്ക് നോക്കിയിട്ട് ഇതിൻ്റെ ജേണൽ എൻട്രി എഴുതി നോക്കിയാൽ മതി. അതിൽ ഇൻക്രീസ് ഉണ്ടോ ഡിക്രീസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. നമുക്ക് ഓരോന്നിൻ്റെ ജേണൽ എൻട്രി ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് പേയ്മെൻറ്റ് ഓഫ് കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി പേ ചെയ്തു. കറണ്ട് ലയബിലിറ്റി പേ ചെയ്താൽ നമുക്ക് ജേണൽ എൻട്രി അറിയാം. കറണ്ട് ലയബിലിറ്റി അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ്. കറണ്ട് ലയബിലിറ്റി അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ്. കറണ്ട് ലയബിലിറ്റി അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ്. ഈ കറണ്ട് ലയബിലിറ്റി അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് എന്നൊരു ജേണൽ എൻട്രി എഴുതുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് ആലോചിച്ച് നോക്കി. കറണ്ട് ലയബിലിറ്റി കുറയുന്നു, ക്യാഷ് എത്രയും പോയി. ശരിയല്ലേ? കറണ്ട് ലയബിലിറ്റി പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ലയബിലിറ്റി കുറഞ്ഞു, ക്യാഷ് എത്രയും പോയി. അപ്പോൾ കറണ്ട് ലയബിലിറ്റി കുറഞ്ഞ അതേ സമയം കറണ്ട് അസറ്റും കുറയുകയാണ് ചെയ്തത്. കാരണം ക്യാഷാണ് പുറത്തേക്ക് പോയത്. അപ്പോൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും ഒരേ എമൗണ്ട് കുറയുകയാണെങ്കിൽ നിങ്ങളുടെ കറണ്ട് റേഷ്യോയിൽ മാറ്റം ഉണ്ടാകില്ല. പണ്ടത്തെ അതേ റേഷ്യോ തന്നെ ആയിരിക്കും വീണ്ടും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നോ ചേഞ്ച്. അടുത്തത് ഇഷ്യൂ ഓഫ് 1 lakh വർത്ത് റുപ്പീസ് ഷെയർസ്. 1,00,000 രൂപയുടെ ഷെയർ എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. 1,00,000 രൂപയുടെ ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജേണൽ എൻട്രി എഴുതാം. 1,00,000 രൂപയുടെ ഷെയർ ഇഷ്യൂ ചെയ്താൽ നമുക്ക് പൈസ കിട്ടും. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. അപ്പോൾ ക്യാഷ് വന്നു, കറണ്ട് അസറ്റ് കൂടി, ടു ഷെയർ ക്യാപിറ്റൽ. ഈ ഷെയർ ക്യാപിറ്റൽ നമ്മുടെ കറണ്ട് അസറ്റോ കറണ്ട് ലയബിലിറ്റിയോ അല്ല. അപ്പോൾ നമ്മുടെ കറണ്ട് അസറ്റിനെയോ കറണ്ട് ലയബിലിറ്റിനെയോ അത് എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ആകെ ഒരു എഫക്റ്റ് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് കിട്ടിയതുകൊണ്ട് കറണ്ട് അസറ്റ് കൂടി. അപ്പോൾ കറണ്ട് അസറ്റ് കൂടിയപ്പോൾ നമ്മുടെ കറണ്ട് റേഷ്യോയും കൂടും. കറണ്ട് അസറ്റ് കൂടിയാൽ കറണ്ട് റേഷ്യോ കൂടും. കറണ്ട് അസറ്റ് കുറഞ്ഞാൽ കറണ്ട് റേഷ്യോ കുറയും. കറണ്ട് ലയബിലിറ്റി കൂടിയാൽ കറണ്ട് റേഷ്യോ കുറയും. കറണ്ട് ലയബിലിറ്റി കുറഞ്ഞാൽ കറണ്ട് റേഷ്യോ കൂടും. അപ്പോൾ ഈ ഇതിനകത്ത് ഇൻക്രീസ് ഉണ്ടാവും. അടുത്തത് റിഡംഷൻ ഓഫ് ഷെയർസ്. റിഡംഷൻ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പറഞ്ഞ ടേമിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ? ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്തു. ഷെയർ ഇഷ്യൂ ചെയ്തു, അതാണ് ഇഷ്യൂ ഓഫ് ഷെയർസ്. റിഡംഷൻ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ചെയ്ത ഷെയറുകളെല്ലാം കമ്പനി തിരികെ മേടിച്ചത്. ഇഷ്യൂ ചെയ്ത ഷെയറുകളെല്ലാം കമ്പനി തിരികെ മേടിച്ചാൽ നേരത്തെ എഴുതിയ ജേണൽ എൻട്രി തിരിച്ചെഴുതാം. ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ എൻട്രി നമ്മൾ എഴുതിയത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ റിഡംഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് എൻട്രി എഴുതാം ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ്. അപ്പോൾ ഇവിടെയും രണ്ട് സ്ഥലത്ത് ഇഫക്റ്റീവ് വരുന്നത്, ഒന്ന് ഷെയർ ക്യാപിറ്റലിലും, രണ്ട് ക്യാഷിലും. അതിൽ ഷെയർ ക്യാപിറ്റൽ കറണ്ട് അസറ്റോ കറണ്ട് ലയബിലിറ്റിയോ അല്ല, അപ്പോൾ അത് വിട്ടേക്കാം. പിന്നെ ക്യാഷിലൊരു ഇഫക്റ്റ് വരുന്നുണ്ട്. ടു ക്യാഷ് എന്നാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ ക്യാഷ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ക്യാഷ് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കറണ്ട് അസറ്റ് കുറയും. കറണ്ട് അസറ്റ് കുറഞ്ഞാൽ കറണ്ട് റേഷ്യോയും കുറയും. അപ്പോൾ ഡിക്രീസ് കറണ്ട് റേഷ്യോ. ഇതേപോലെ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എമൗണ്ട് കിട്ടി. ഇതിൻ്റെ എൻട്രി ഇതേപോലെ എഴുതാൻ ട്രൈ ചെയ്യണം. 1. 2. പർച്ചേസ് പ്ലാന്റ് വർത്ത് റുപ്പീസ് 1 lakh ബൈ ഇഷ്യൂ ഓഫ് ഡിവെഞ്ചേഴ്സ് എന്നല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഡിവെഞ്ചേഴ്സ് എന്ന് തിരുത്തണം നിങ്ങളുടെ പ്രിൻ്റഡ് നോട്ടിൽ. പർച്ചേസ് ഓഫ് പ്ലാന്റ് വർത്ത് റുപ്പീസ് 1 lakh ബൈ ഇഷ്യൂ ഓഫ് ഡിവെഞ്ചേഴ്സ് ഓഫ്
500. 1 ലക്ഷം രൂപയുടെ പ്ലാന്റ് മേടിച്ചു. 1 ലക്ഷം രൂപയുടെ പ്ലാന്റ് മേടിച്ചിട്ട് പകരം 500 രൂപയുടെ ഡിബഞ്ചർ കൊടുത്തെന്ന്. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. 1 ലക്ഷം രൂപയുടെ സാധനം മേടിച്ചിട്ട് വേറെ 500 രൂപ കൊടുത്തെന്നല്ല എൻ്റെ അർത്ഥം. 500 രൂപ വിലയുള്ള ഡിബഞ്ചർ കൊടുത്തു. 10 ലക്ഷം രൂപയ്ക്ക് ഈക്വലായിട്ടുള്ള 1 ലക്ഷം രൂപയ്ക്ക് ഈക്വലായിട്ടുള്ള ഡിബഞ്ചർ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ഡിബഞ്ചറിൻ്റെ വിലയാണ് 500 രൂപ. അല്ലാതെ മൊത്തത്തിൽ 500 രൂപയുടെ ഡിബഞ്ചർ കൊടുത്തു എന്നല്ല എൻ്റെ അർത്ഥം. ഒരു ഡിബഞ്ചറിൻ്റെ വില 500 രൂപ. അങ്ങനെ 1 ലക്ഷം രൂപയ്ക്ക് ഈക്വലായിട്ടുള്ള ഡിബഞ്ചറാണ് കൊടുത്തത്. പർച്ചേസ് ചെയ്തത് പ്ലാന്റ് ആണ്. അപ്പോൾ പ്ലാന്റ് പർച്ചേസ് ചെയ്തിട്ട് പകരം ഡിബഞ്ചർ കൊടുത്താൽ ജേണൽ എൻട്രി ഇതാണ്: പ്ലാന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ്. പ്ലാന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ്. പ്ലാന്റ് ഫിക്സഡ് അസറ്റ് ആണ്, ഡിബഞ്ചേഴ്സ് ലോങ് ടേം ലയബിലിറ്റി ആണ്. അപ്പോൾ ഇവിടെ കറണ്ട് അസറ്റിനോ കറണ്ട് ലയബിലിറ്റിക്കോ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നോ ചേഞ്ച്. ഇത് ഞാൻ മനഃപൂർവ്വം ഇട്ടതാണ്. അതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം.